പി.വി. അൻവർ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ നടപടിയുണ്ടായത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ സുജിത് ദാസിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, സ്വർണ്ണക്കടത്ത് ആരോപണമാണ് പ്രധാനമായും, കൂടാതെ മറ്റ് ഈ മരം മുറിക്കൽ കേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പി.വി. അൻവർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ ഏത് തരത്തിലേക്കുള്ള അന്വേഷണമാണ് കസ്റ്റംസ് നടത്തുന്നത്? അനുജ, ഇന്നലെ കൊച്ചിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത യോഗം ചേർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഇത്തരത്തിലൊരു പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ പി.വി. അൻവർ സുജിത് ദാസിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് സ്വർണ്ണക്കടത്ത് തന്നെയാണ്. അദ്ദേഹം സ്വർണ്ണക്കടത്ത് ലോബിയുടെ പിടിയാളായി പ്രവർത്തിക്കുന്നുണ്ട്. കരിപ്പൂരിലടക്കം നടന്ന ഈ സ്വർണ്ണക്കടത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റംസ് ഈ സുജിത് ദാസിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അത് ഈ കൺസീൽ തുറന്നുപോലും നോക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് അത് പുറത്തേക്ക് വിടും. അത് പോലീസ് വേട്ടയാടി പിടിക്കുന്നു. അതിലൊരു ഭാഗം പോലീസിനും അതോടൊപ്പം മറ്റൊരു ഭാഗം കസ്റ്റംസിന് പോകുന്നു എന്നുള്ളതായിരുന്നു ഗുരുതര ആരോപണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുജിത് ദാസ് കോഴിക്കോട് കസ്റ്റംസിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അദ്ദേഹം മലപ്പുറം SP ആയിരുന്ന കാലഘട്ടത്തിലെ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ടുമുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നത്. കൊടുവള്ളി സ്വർണ്ണവേട്ട അടക്കം ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. അനുജ, ശരി. സുജിത് ദാസിനെതിരായ സ്വർണ്ണക്കടത്ത് ആരോപണത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്.